ഇടുക്കി നിയോജക മണ്ഡലത്തിൽ എൻ.ഡി.എ, എൽ.ഡി.എഫ്, യു.ഡി.എഫ് മുന്നണി സ്ഥാനാർത്ഥികൾ പഞ്ചായത്ത് തല പ്രചരണ പരിപാടികൾ തുടരുന്നു. യു.ഡി.എഫ് സ്ഥാനാർത്ഥി കാഞ്ചിയാർ കാമാക്ഷി പഞ്ചായത്തുകളിലും, എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി കൊന്നത്തിരി പഞ്ചായത്തിലും, എൻ.ഡി.എ സ്ഥാനാർത്ഥി കഞ്ഞിക്കുഴി പഞ്ചായത്തിലും ഇന്ന് പര്യടനം പൂർത്തിയാക്കി. ചൂടേറിയ പ്രതികൂല കാലാവസ്ഥയിലും പ്രവർത്തകരും സ്ഥാനാർത്ഥികളും പ്രചരണ രംഗത്ത് നിറസാന്നിധ്യമാണ്. ബിജു വൈശൻപറമ്പിൽ ചേരുന്നുണ്ട്. ബിജു, ഇടുക്കി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? വിശദാംശങ്ങൾ. ഷിബിന്, ഇടുക്കി നിയോജക മണ്ഡലത്തിലെ ഇടത് വലത് എൻ.ഡി.എ മുന്നണി സ്ഥാനാർത്ഥികൾ ഇന്നും തീപാറും പോരാട്ടത്തിൽ തന്നെയായിരുന്നു. 3 സ്ഥാനാർത്ഥികളും പഞ്ചായത്ത് പര്യടനങ്ങളാണ് പൂർത്തിയാക്കി വരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റ്യൻ ഇന്ന് കൊന്നത്തടി പഞ്ചായത്തിലാണ് പര്യടനം പൂർത്തിയാക്കിയത്. കൊന്നത്തടി പഞ്ചായത്തിലെ ഗ്രാമമേഖലയിൽ ഉൾപ്പെടെ ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും റോഷി അഗസ്റ്റ്യൻ കടന്നു ചെന്നു. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി റോയ് കെ പൗലോസ് ഇന്ന് കാമാക്ഷി, കാഞ്ചിയാർ പഞ്ചായത്തുകളിലായാണ് പര്യടനം പൂർത്തിയാക്കിയത്. അദ്ദേഹവും ഇരു പഞ്ചായത്തിലെ മുക്കുമൂലയിലും എത്തി പരമാവധി വോട്ടർമാരെ നേരിൽ കാണുവാനാണ് ശ്രമിച്ചത്. എൻ.ഡി.എ സ്ഥാനാർത്ഥി പ്രജേഷ് പ്രഭ ഇന്ന് കഞ്ഞിക്കുഴി പഞ്ചായത്തിലാണ് പര്യടനം പൂർത്തിയാക്കിയത്. അദ്ദേഹവും കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ നമുക്കറിയാം, ഇടുക്കി നിയോജക മണ്ഡലത്തിലെ ഏറ്റവും ദുർഘടമേറിയ കുന്നും ചെരുവുകളുള്ള, അല്ലെങ്കിൽ അത്രമേൽ കടന്നു ചെല്ലുവാൻ ബുദ്ധിമുട്ടുള്ള ഏരിയയിലാണ് പഞ്ചായത്തുകൾ ഒന്നാണ് കഞ്ഞിക്കുഴി. ആ കഞ്ഞിക്കുഴിയിലെ ഒട്ടുമിക്ക മേഖലയിലെയും വലിയ പഞ്ചായത്ത് കൂടിയാണ്. ഒട്ടുമിക്ക മേഖലകളിലും വോട്ടർമാരെ നേരിൽ കാണുവാനാണ് പ്രജീഷ് പ്രഭ ഇന്ന് ശ്രമിച്ചത്. അങ്ങനെ പഞ്ചായത്ത് പര്യടനങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുക കൂടിയാണ്. ഇനിയും സ്ഥാനാർത്ഥികൾക്ക് ഒരുപാട് വോട്ടർമാരെ നേരിൽ കാണുവാനും ഒക്കെ ഉണ്ട്. കുറഞ്ഞ സമയമാണ് ലഭിച്ചത് എന്നുള്ളത് കൊണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചത് കൊണ്ടുമൊക്കെ സ്ഥാനാർത്ഥികൾക്ക് അവരുടെ പ്രചരണ പരിപാടിക്കും വേഗത കൂട്ടേണ്ട സാഹചര്യമുണ്ടായിരുന്നു. എന്താണെങ്കിലും ഇടുക്കി നിയോജക മണ്ഡലത്തിലെ തീവാറും പോരാട്ടങ്ങളാണ്. ഇടത് വലത് മുന്നണികൾ നേർക്കുനേർ മത്സരിക്കുകയാണ്. ഒപ്പം എൻ.ഡി.എ സ്ഥാനാർത്ഥിയും മത്സരരംഗത്തുണ്ട്. ഈ സാഹചര്യമൊക്കെ പരിശോധിക്കുമ്പോഴും ഇടതുപക്ഷത്തിൻ്റെ കൈകളിലാണ് കഴിഞ്ഞ 5 വർഷമായി സീറ്റ്. അതിനു മുൻപ് 4 പ്രാവശ്യവും 20 വർഷക്കാലം യു.ഡി.എഫിൻ്റെ കൈകളിലായിരുന്നു. അന്നും ഇന്നും സ്ഥാനാർത്ഥിയായും അല്ലെങ്കിൽ മത്സരിച്ച് വിജയിച്ചയാളുടെ റോഷി അഗസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ 25 വർഷമായി താൻ നിലനിർത്തുന്ന മണ്ഡലം ഒരിക്കൽ കൂടി നിലനിർത്തുക എന്നതാണ് റോഷി അഗസ്റ്റ്യൻ്റെ ശ്രമം. എന്നാൽ 35 വർഷങ്ങൾക്ക് ശേഷം കൈപ്പത്തി ചിഹ്നത്തിൽ മണ്ഡലം തിരിച്ചു പിടിക്കുവാനാണ് കോൺഗ്രസും ശ്രമിക്കുന്നത്. എന്താണെങ്കിലും തീപാറും പ്രചരണ രംഗത്ത് ഈ പൊള്ളുന്ന ചൂടത്ത് പോലും അവർ സജീവമാണ്. ഷിബിൻ.